കഴിഞ്ഞ 57 വർഷത്തെ രണ്ട് പാർട്ടികളുടെ കംപ്ലീറ്റ് ഡൊമീനിയൻസിനെയാണ് വെറും 2 വർഷം കൊണ്ട് വിജയ് തൂക്കിയടിച്ചത്. അപ്പോൾ ആളുകളൊക്കെ പറയുന്നത് 2024 അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിക്കുന്നു, 2026 അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് വളരെ വ്യക്തമായി പരിശോധിച്ച ആളുകൾ പറയുന്നത് കഴിഞ്ഞ 2 വർഷമല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ കഥകളായിട്ട് പോലും അദ്ദേഹം പറയുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങളോട് എന്താണോ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത്, അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പോലും അദ്ദേഹം കഥയായി തിരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് വന്നപ്പോൾ മുൻപ് തമിഴ്നാട്ടിൽ വന്ന പല സൂപ്പർ സ്റ്റാറുകളുടെയും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് വിജയ് പുച്ഛിച്ച് തള്ളിയ കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെയുള്ള വ്യക്തമായ മറുപടിയാണ് വിജയ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളോടാണ്. ഒരു പക്ഷേ കഴിഞ്ഞൊരു 10 വർഷത്തിൻ്റെ LDF സർക്കാരുടെ ചെയ്തികൾക്കുള്ള ഒരു മറുപടി ആയിരിക്കാം ഈ വന്ന റിസൾട്ട്. ഇനി ആ പാർട്ടിക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ട് തിരിച്ചു വരികയും ഈ ഒരു 5 വർഷം UDF ഭരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ന്യൂനതകളെ വളരെ വ്യക്തമായി മനസ്സിലാക്കി അടുത്ത വർഷങ്ങളിൽ തിരിച്ചു വരിക എന്നുള്ളതാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം LDFും ഇമ്പോർട്ടൻ്റ് ആണ്, UDFും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് പാർട്ടികളും ഒരേപോലെ മത്സരിക്കുമ്പോഴാണ് ഒരു പാർട്ടി അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് വികസനങ്ങൾ നടത്തുകയും മറ്റൊരു പാർട്ടിക്കെതിരെ വികസനങ്ങളുടെ മേലെ അവർ കോമ്പറ്റീഷൻ നടത്തുകയും അത് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ UDFും LDFും മാത്രം മതി. അതിനിടയിലേക്ക് വേറൊരാൾ വികസനത്തിന് വേണ്ടി നുഴഞ്ഞു കയറാൻ നമ്മൾ സമ്മതിക്കുകയും ചെയ്യരുത്.